ഹായ്, ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു നൂഡിൽസ് ഫ്രോസൺ ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ ഫ്രോസൺ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന എപ്പോഴാണോ ആ ടൈമിൽ ചൂടുവെള്ളത്തിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഫ്രോസൺ നൂഡിൽസ് ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റാഗിയും വീറ്റും കൂടി ചേർന്ന മിക്സാണ്. അതായത് വളരെയധികം ഹെൽത്തിയാണ്, കുട്ടികൾക്ക് നൂഡിൽസ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഇതുപോലെ ഹെൽത്തി ആക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം നല്ലൊരു ഓപ്ഷനാണ്. നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അര കപ്പ് വീറ്റ് വേണം, അതുപോലെ തന്നെ അര കപ്പ് റാഗി വേണം. എന്നിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ 2 മുട്ട സെൻറ്ററിൽ പൊട്ടിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് ഡയറക്റ്റായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്. കാരണം നമ്മൾ വെള്ളം ഇതിൽ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല. വെള്ളം നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ വെള്ളം യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ അകത്ത്. ഇതിന് ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മുട്ടേനെ മിക്സ് ചെയ്ത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ അതിനെ മിക്സ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യും. അപ്പോൾ മിക്സ് ചെയ്യുന്നതനുസരിച്ച് മാവും കൂടി ഇതിനോട് ചേർന്ന് വരും. ഇതേ പ്രോസസ്സിൽ വേണം നിങ്ങളിത് മിക്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത് പാസ്ത മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മെഷീനിൽ നമുക്ക് ഒരുപാട് വെള്ളം കൂടുതൽ വന്നാലും വെള്ളം കുറവായാലും നമുക്ക് പ്രോപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു ഒപ്റ്റിമം എമൗണ്ട് വാട്ടറേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എപ്പോഴും വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് വെള്ളം ഒഴിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ മുട്ടയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും അത് മിക്സ് ആവും. അത് പൊടിഞ്ഞ് കിടക്കണം. പൊടിയായിട്ട് ഇതിൽ ഫോമിൽ വരത്തുള്ളൂ. ചെറിയ ചെറിയ കട്ടകളായിട്ട് കിടക്കത്തുള്ളൂ. ഇതുപോലെ ഒരു മാവായിട്ട് വരണമെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്ന പോലെ മുട്ടേനെ ആദ്യം മിക്സ് ചെയ്ത് റോൾ ചെയ്തിട്ട് വേണം മിക്സ് ചെയ്തിടണം. എന്നിട്ട് കുറച്ച് സ്റ്റേജ് കഴിയുമ്പോൾ ഒന്നും എല്ലാം കൂടി വന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക്. പിന്നെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് പാസ്ത മെഷീനാണല്ലോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹോം മെയ്ഡ് നൂഡിൽസ് വേറെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ സേവനാഴി യൂസ് ചെയ്ത് ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് ആകുമ്പോൾ ഇതെല്ലാം പരത്തി വെച്ച് കട്ട് ചെയ്തെടുത്ത് വേണം ചെയ്യാൻ. അതുപോലെ സേവനാഴിയിൽ തന്നെ അതിലേക്ക് ഇട്ട് നമ്മൾ റോൾ ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഈ 2 കാര്യം ഹാൻഡ് മെയ്ഡ് ചെയ്യുന്നത് സേവനാഴി യൂസ് ചെയ്യുന്നതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യത്തിനപ്പുറം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര സ്ട്രെയിനാണ്. ഇപ്പോൾ വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ അത്ര പ്രശ്നമില്ല. പക്ഷേ വർക്കിംഗ് വുമൻസിനാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ടൈം കിട്ടത്തില്ല. ഇതിങ്ങനെ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. മാത്രമല്ല സ്ട്രെയിൻ ആയതുകൊണ്ട് ഒരു പ്രാവശ്യത്തിനപ്പുറം നിങ്ങൾ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടൊരു പാസ്ത മെഷീൻ വാങ്ങുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം അത് ആമസോണിൽ കിട്ടും. ഞാനിവിടെ കുവൈറ്റിലായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ആമസോണിലും ഉണ്ട്. നിങ്ങൾക്ക് അഫോർഡബിളായ പ്രൈസിന് ആമസോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ പാസ്ത മെഷീനാണ് ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക്. എന്നിട്ട് നന്നായിട്ട് അതിനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഇതിനെ പരത്താനല്ല യൂസ് ചെയ്യുന്നത്, പാസ്ത മെഷീനിലൂടെയാണ് ഇതിനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചു. ഇനി ഞാൻ പാസ്ത മെഷീൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പല ടൈപ്പും ഉണ്ട് ഈ പാസ്ത മെഷീൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാം. അതിന് മുമ്പ് ഞാനൊരു ട്രേ എടുക്കുവാണ്. ട്രേക്കകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഗോതമ്പ് പൊടി വിതറുകയാണ് ചെയ്യുന്നത്. നമ്മളിത് ഫ്രോസൺ ആക്കി വെക്കുകയാണ്, ഒട്ടിപ്പിടിക്കരുത്. അതുകൊണ്ട് നമ്മളിത് ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇതിൽ വിതറി ഞാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി ഞാൻ ഈ ഉണ്ടാക്കി വെച്ച മാവിനെ ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് തിരിച്ച് വെക്കുകയാണ്. കാരണം നമുക്ക് ചെറിയ പീസുകളായിട്ടാണ് ഞാൻ റോൾ എടുക്കാൻ പോകുന്നത്. പക്ഷേ ഇത് റാഗി ആയതുകൊണ്ട്, റാഗിയും വീറ്റും മിക്സ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ വീറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ പാസ്ത മെഷീനിലേക്ക് വെക്കാം. അപ്പോൾ തന്നെ അതിങ്ങനെ ആ ഷേപ്പിൽ പരന്ന് വരും. പക്ഷേ ഇത് റാഗി മിക്സ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് അതുകൊണ്ട് വരാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒരുപാട് സ്ട്രെയിൻ എടുക്കുകയൊന്നും വേണ്ട. ഒരു ഷേപ്പാക്കി ഒന്ന് റോൾ ചെയ്താൽ മാത്രം മതി നിങ്ങൾ. എന്നിട്ട് ഇതിന് സൈസുണ്ട്. ഇതിൽ ഈ പോർഷനല്ലേ അവിടെ മാക്സിമം ഡയമീറ്റർ, അല്ലെങ്കിൽ വീതി കൂടുതൽ ഏറ്റവും കൂടുതൽ വെക്കണം. മാക്സിമമായിട്ട് ഫസ്റ്റ് മാക്സിമമായിട്ടാണ് വെക്കേണ്ടത്. കാരണം ആ വീതി ഇടയിലുള്ള സ്പേസ് നല്ല കൂടുതലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ വിഡ്ത്ത് വരുന്ന ഇതിലേക്ക് വെക്കുക. അങ്ങനെ ഒന്ന് റോൾ ചെയ്ത് നിങ്ങൾ എടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ ഈ സൈസ് ഏറ്റവും കുറഞ്ഞതിലേക്ക് വെക്കണം. അതായത് ആ ഇടയിലുള്ള സ്പേസ് നമുക്ക് വളരെ കുറഞ്ഞ ഒരു സ്പേസാണ് വേണ്ടത്. ഇനി നമ്മൾ കണ്ടോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും അതിൻ്റെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ നടുക്കുള്ള ആ ഒരു സ്പേസ് കുറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു വട്ടം കൂടി ഞാൻ ഇതിനെ റോൾ ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ നമുക്ക് ഈസിയായിട്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമുക്ക് ഒട്ടും ഒരു എഫേർട്ട് ഫീൽ ചെയ്യുന്ന ഒന്നല്ല ഇത്.
ഇത് കംപ്ലീറ്റ് വീറ്റാണെങ്കിൽ നമുക്ക് ഒറ്റ ഇങ്ങനെ ബ്രേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടും. ഇത് റാഗിയും കൂടി മിക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ബ്രേക്കായിട്ട് വരുന്നത്. ഇവിടെ വേറെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പാസ്ത ഉണ്ട്, ഒന്ന് നൂഡിൽസ് ടൈപ്പും ഉണ്ട്. എനിക്ക് കുറേ കൂടി താല്പര്യം നൂഡിൽസ് ടൈപ്പാണ്. മറ്റത് സെൻട്രൽ പോർഷനുള്ള ടൈപ്പിലേക്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ കുറേ കൂടി കട്ടി കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ കുറേ കൂടി വലിയതായിരിക്കും അത്. അതിനും എനിക്ക് താല്പര്യം കൂടുതൽ ആ നൂഡിൽസ് ഫസ്റ്റ് ടൈപ്പാണ്. അതിലാണെങ്കിൽ നല്ല തിന്നായിട്ടുള്ള നൂഡിൽസ് കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഷീറ്റിനെ ഈ ഞാൻ വെക്കുന്ന പോലെ തന്നെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ വീഡിയോ ക്യാമറയിൽ കാണുന്നില്ല, വീഡിയോയിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ലിവറുണ്ട്. ആ ലിവർ വെച്ചിട്ട് ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ ഒരു ബേക്കിംഗ് പേപ്പറോ എന്തെങ്കിലും ഒന്ന് വെക്കുക, കാരണം നമുക്ക് താഴെ അത് കളക്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഞാൻ റോൾ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ റോൾ ചെയ്യുന്നതിനനുസരിച്ച് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് നൂഡിൽസ് കിട്ടും. നല്ല ഈസിയാണ് ചെയ്യാൻ, ഒട്ടും എഫേർട്ടില്ല. ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല രസകരമായിട്ട് ഈസി ആയിട്ട് നമുക്ക് നൂഡിൽസ് കിട്ടും. കാരണം ഇത് ഞാനിവിടെ മെയിനായിട്ട് മെഷീൻ മേടിക്കാനെല്ലാം കാരണം എൻ്റെ മകന് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ്. അപ്പോൾ ഇത് സ്കൂളിൽ കൊടുത്തിട്ട് അവൻ എന്തായാലും കഴിക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ നല്ലോണം പൊടിയിട്ട് മിക്സ് ആക്കി വെക്കണം കേട്ടോ. കാരണം ഇത് ഫ്രോസൺ ആക്കാനുള്ളതുകൊണ്ട് ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലോണം പൊടിയിട്ട് ഇതിനെ മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് ഇത് സെയിം പ്രോസസ്സ് കാണിക്കാം. അതായത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് റോൾ ചെയ്യണം. പിന്നെ ഇത് റാഗി മിക്സ് ആയതുകൊണ്ട് നിങ്ങളിങ്ങനെ ഈ മെഷീനിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പൊടി പറ്റിയിരിക്കരുത്. പൊടി ഇരുന്നാൽ അത് ശരിക്കും കടന്നു വരത്തില്ല. അതേ സമയത്ത് വീറ്റ് മാത്രമാണെങ്കിൽ പൊടി എത്ര പറ്റി പിടിക്കുന്നത് നല്ലതാണ്, നല്ല ഇതായിട്ട് വരും. പക്ഷേ റാഗിയും കൂടി മിക്സ് ആയതുകൊണ്ട് നിങ്ങൾ പൊടി ആവാതിരിക്കാൻ നോക്കണം ഇതിൻ്റെ സർഫസിൽ. എന്നിട്ട് മാക്സിമം വിട്ട് കൂടിയ പോർഷനിൽ ഫസ്റ്റ് ഇറക്കി വിടുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്നും കൂടി വീണ്ടും അതിലേക്ക് തന്നെ, അതായത് എൻ്റെ ആ ഒരു വിട്ട് കുറച്ചിട്ട് വീണ്ടും ഒന്ന് കടത്തി വിടുക. എന്നിട്ട് നമ്മുടെ നൂഡിൽസിൻ്റെ അവിടെ വെക്കുക. എന്നിട്ട് ആ ഷീറ്റ് വിടുക. എന്നിട്ട് അവിടെ ഇങ്ങനെ കടത്തി വിടുക. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ നൂഡിൽസ് വരുന്നതാണ്. ഇതുപോലെ നമ്മളൊന്ന് കുറച്ചുണ്ടാക്കി ഫ്രോസൺ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ ആവശ്യം വരുമോ ആ സമയത്ത് ഡയറക്റ്റായിട്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് തന്നെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. അല്ലാതെ അത് തണുപ്പ് വിടാനോ അല്ലെങ്കിൽ അത് പഴയ പോലെ ആവാനോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. ഡയറക്റ്റായിട്ട് തന്നെ ചൂടുവെള്ളത്തിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രോസസ്സെല്ലാം സാധാ നൂഡിൽസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. സാധാ നൂഡിൽസ് അങ്ങനെയുള്ള നമ്മൾ വെള്ളത്തിട്ട് വേവിച്ചിട്ട് പിന്നെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുക. ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ വെച്ച് ഇതുപോലുള്ളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്.